ആലോഷി പോയ പുറകെ അന്നമ്മയിൽ ലിൻഡയും റൂമിലേക്ക് ചെന്നു. ഒരു മൂലയ്ക്കിരുന്ന് കരയുകയാണ് ഹിമ. അന്നമ്മ ഓടി അവൾക്കരികിലെത്തി. എന്നാ പറ്റി മോളെ, അവൻ നിന്നെ തല്ലിയോ? അന്നമ്മ അവൾക്കരികിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഹിമ മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി. പിന്നെ അന്നമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മച്ചി, സത്യം. ഞാൻ അച്ഛനെ മറന്ന് ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല. അമ്മച്ചിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക, ഹിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റെ കുഞ്ഞെ, അവന് ഭ്രാന്താണ്. നീ ഒന്ന് ചുമ്മാതിരിക്കുക. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇവിടെ ആരും നിന്നോടൊന്നും പറയില്ല. എന്റെ മോളെ, ഈ അമ്മച്ചിക്ക് അറിയാം. കരയല്ലേ, ഞാനില്ലേ കൂടെ. എന്റെ കുഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക, അന്നമ്മ കരച്ചിലടക്കി പിടിച്ചു പറഞ്ഞു. അവന്റെ അപ്പൻ ഇവിടെ ഇല്ലാതെ പോയി. ഇല്ലായിരുന്നേ ഇന്ന് അവൻ മര്യാദ പഠിച്ചേനെ. ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട് അവനോട്, അന്നമ്മ പറഞ്ഞു ഒരുവിധം അവളെ സമാധാനിപ്പിച്ചു. ലിൻഡയെ ഹിമയ്ക്കരികിലിരുത്തി അന്നമ്മ പുറത്തേക്ക് പോയി. ഓരോ നിമിഷവും അലോഷിയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ഹിമ, നീ ഇങ്ങനെ കരയല്ലേ, ഒന്ന് സമാധാനിക്ക്. കറക്റ്റ് സമയത്ത് അലക്സിച്ചായൻ ഇവിടെ ഇല്ലാതെ പോയി. അല്ലായിരുന്നേ എന്തേലും വഴി കാണാമായിരുന്നു. ലിൻഡ ഹിമയ്ക്ക് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട, ആരോടും ഒന്നും പറയണ്ട. അല്ലെങ്കിലും പുറത്ത് പറയാൻ കൊള്ളാവുന്നതൊന്നും അല്ലല്ലോ അച്ഛൻ എന്നോട് ചെയ്തതും പറഞ്ഞതും. എന്നെ കൊന്നാലും ഞാൻ സഹിച്ചേനെ. ഇതിപ്പോ… ഹിമ വാക്കുകൾ മുഴുവിപ്പിക്കാതെ വീണ്ടും കരയാൻ തുടങ്ങി. എന്താടാ, ഇച്ചായൻ നിന്നെ എന്തേലും പറഞ്ഞോ? ലിൻഡയ്ക്ക് ഹിമയുടെ സംസാരത്തിൽ എന്തോ പന്തികേട് തോന്നി. ഇന്നേ വരെ എന്നെ ഒന്ന് നുള്ളി നോവിക്കാത്ത ആളാ. ഇന്ന് എൻ്റെ മിന്നും പൊട്ടിച്ചെടുത്താ പോയത്. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. വെറുതെ ഈ വീട്ടുമുറ്റത്ത് ഞാൻ കാരണം ഒരു ബഹളം വേണ്ടാന്നോർത്താ ഞാൻ എടിയുടെ കൂടെ കാറിൽ കയറിയത്. ഹിമ വീണ്ടും കരയാൻ തുടങ്ങി. പോട്ടടാ, ഇച്ചായന് നീയെന്ന് വെച്ചാൽ ജീവനാ. നിന്നെ കൊണ്ടുപോകാനാണ് അയാൾ വന്നതെന്ന് കരുതിയാവും അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ മനഃപൂർവ്വം നിന്നെ വേദനിപ്പിക്കാനൊന്നും ആവില്ല, ലിൻഡ പറഞ്ഞു. ശരിയാണ്, എനിക്കും അറിയാം അച്ഛന് എന്നോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് അച്ഛനെ കുറിച്ച് ഞാൻ മമ്മിയോടെല്ലാം പറഞ്ഞത്, ഹിമ പറഞ്ഞു. നീ എല്ലാം പറഞ്ഞോ? എന്നിട്ട് ആൻറ്റി എന്ത് പറഞ്ഞു? ലിൻഡ അതിശയത്തോടെ ചോദിച്ചു. പറഞ്ഞു. ആദ്യമൊക്കെ കുറേ എതിർത്തു. പിന്നെ ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. എന്തായാലും ഉടനെ വരുമല്ലേ, അതുകൊണ്ട് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാം, ആരോടും പറയണ്ട എന്നൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞത്. എഡിയോട് പോലും മമ്മി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം തകർന്നില്ലേ, ഹിമ നിറ കണ്ണുകളോടെ പറഞ്ഞു. നിനക്കറിയാമോ, എന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് അവൻ വന്നത്. അച്ഛന് വേണ്ടിയല്ലേ ഞാൻ തിരിച്ചു വന്നത്. എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്. ഹിമ തല തല്ലി കരയാൻ തുടങ്ങി. ലിൻഡ അവളെ ചേർത്ത് പിടിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തുനിന്ന് അന്നമ്മയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിയ അലോഷിയുടെ കാർ ഒടുവിൽ ചെന്നത് ബാറിലാണ്. അവിടുന്ന് ആവശ്യത്തിനകത്താക്കി. ഓരോ നിമിഷവും എഡി അവളെ തന്നോട് ചേർത്ത് പിടിച്ച രംഗമായിരുന്നു അലോഷിയുടെ മനസ്സിൽ. ഓർക്കുന്തോറും നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന വേദന. എന്ത് ചെയ്യണം, ആരോട് പറയണം എന്നൊരു രൂപവും ഇല്ല. ഹിമ തന്നെ വിട്ടു പോകുന്നത് അവന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ 2 മാസം കൊണ്ട് അവൾ തനിക്ക് എല്ലാമായി മാറിക്കഴിഞ്ഞു എന്നവന് മനസ്സിലായി. തന്നിൽ ഇത്രമാത്രം ആഴത്തിൽ അവൾ വേരൂന്നി കഴിഞ്ഞു എന്ന് ഇന്ന് എഡിയോടൊപ്പം അവളെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ബാറിൽ കാശ് കൊടുക്കാൻ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ആദ്യം തടഞ്ഞത് പൊട്ടിച്ചെടുത്ത മിന്നാണ്. അതിൽ തൊട്ടപ്പോൾ തന്നെ അലൂഷിയുടെ കൈ പൊള്ളുന്ന പോലെ തോന്നി. എത്രയായാലും താൻ ചെയ്തത് വലിയ പാവം തന്നെയാണെന്ന് അവന് ബോധ്യപ്പെടുകയായിരുന്നു. എത്രയും വേഗം തൻ്റെ പെണ്ണിൻ്റെ അടുത്തെത്തണമെന്ന ഒറ്റ ചിന്ത മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അവൻ വേഗം കാറെടുത്ത് പുറപ്പെട്ടു. എത്ര സ്പീഡിൽ ഡ്രൈവ് ചെയ്തിട്ടും എത്തുന്നില്ല എന്നവന് തോന്നി. അലോഷിയെയും കാത്ത് അന്നമ്മ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. അവൻ അവർക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറി. എൻ്റെ പൊന്നുമോൻ അവിടെ നിന്ന് നിന്നേ, ഭാര്യയ്ക്ക് പുതിയ ബന്ധമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് കേട്ടു, അന്നമ്മ പറഞ്ഞു. അത് അമ്മച്ചി, അലോഷി എന്തോ പറയാൻ തുടങ്ങി. ഛീ, നിർത്തടാ, നാണമില്ലടാ നിനക്ക്? എങ്ങനെ തോന്നിയടാ അതിനോട് ഇങ്ങനെയൊക്കെ പറയാൻ? എടാ, ഭാര്യമാർക്ക് വേറെ ബന്ധം ഉണ്ടാകുന്നതേ ഭർത്താവിൻ്റെ പിടിപ്പുകേടാ, അല്ലാതെ അത് അവരുടെ കഴിവൊന്നുമല്ല. ആദ്യം അവനവനെ വിശ്വാസം വേണം, എന്നാലേ കൂടെ ഉള്ളവരെ വിശ്വാസം വരൂ. ഇത് വെറുതെ പാലിക്കൽ ഫിലിപ്പിനെ കൂടി പറയിപ്പിക്കാനുണ്ടായത്. നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ, നാണമില്ലാത്തവൻ, അന്നമ്മ പറഞ്ഞു. അത് അമ്മച്ചി, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാ, അറിഞ്ഞുകൊണ്ടൊന്നും അല്ല. സോറി, അവൻ പറഞ്ഞു. സോറി എന്നോടല്ല, അവളോട് പോയി പറ. നീ പോയ നേരം തൊട്ട് പച്ചവെള്ളം കുടിച്ചിട്ടില്ല ആ പാവം. അതിങ്ങനെ ഒരുങ്ങുന്നത് കാണുമ്പോൾ എനിക്കിത്തിരി ദണ്ണമുണ്ട്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം അതിന്. അതുകൊണ്ട് മര്യാദയ്ക്കാണ് ഇങ്ങോട്ട് പോയാൽ മതി, അന്നമ്മ പറഞ്ഞു. അലോഷി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി.
നല്ല ഉറക്കത്തിലാണ് ഹിമ. അവൻ അവളുടെ അരികിലായി വന്നിരുന്നു. മുഖത്തേക്ക് വീണു കിടക്കുന്ന മുടി മെല്ലെ വകഞ്ഞ് ഒതുക്കി വെച്ചു. അപ്പോഴാണ് കഴുത്തിൽ വരഞ്ഞ പോലെ ഒരു പാട് കണ്ടത്. രാവിലത്തെ പിടിവലിയിൽ സംഭവിച്ചതാണെന്ന് അലോഷിക്ക് മനസ്സിലായി. പെട്ടെന്നത് കണ്ടപ്പോൾ ഹൃദയം എന്തോ വല്ലാതെ നീറി. സോറി മോളെ, ഞാൻ ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പറ്റിപ്പോയതാണ്. നിന്നെ മറ്റൊരുത്തനൊപ്പം കണ്ടപ്പോ നീ എൻ്റെ അല്ലേ കൊച്ചേ. ഈ മനസ്സിനും ശരീരത്തിനും ഒരേ ഒരു അവകാശം മതി. അത് ഈ ഞാനായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്കറിയാം എൻ്റെ കുഞ്ഞ് അച്ഛനോട് ഒരു തെറ്റും ചെയ്യില്ല എന്ന്. പക്ഷേ നീ ഒന്ന് ഓർത്തേ, എനിക്ക് നീ അല്ലാതെ വേറെ ആരാടി ഉള്ളത്? എൻ്റെ കുഞ്ഞ് എന്നോട് ക്ഷമിക്ക്, അലോഷി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്നും എൻ്റെ നെഞ്ചിലെ ചൂടിൽ കിടന്നുറങ്ങുന്നവളാ. ഇന്നിപ്പോ വഴക്കായപ്പോ അവൾക്ക് നേരത്തെ കിടന്നുറങ്ങാൻ അറിയാം, അലോഷി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് അവളുടെ കവളിൽ ചുണ്ടു ചേർക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹിമയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് അലോഷി ശ്രദ്ധിച്ചത്. മടിച്ചാണെങ്കിലും അവനത് എടുത്തു നോക്കി. എഡി. ആ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കണ്ടതും അലോഷിയുടെ മുഖം പെട്ടെന്ന് മാറി. ഹലോ. അലോഷി ഫോൺ എടുത്തു. ഹലോ ഹിമ. അപ്പുറത്ത് എഡിയുടെ ശബ്ദം കേട്ടു. ഹിമയല്ല, അവളുടെ കെട്ടിയവനാണ്, പേര് അലോഷി. അലോഷി പറഞ്ഞു. ആഹാ, കെട്ടിയവനാണെന്ന് ഇയാൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ആരും അറിയാതെ നടന്നൊരു കല്യാണം, അതെല്ലാവരും അംഗീകരിക്കണമെന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാവും? എഡി ചോദിച്ചു. വേണ്ട, ആരും അംഗീകരിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. പിന്നെ ഞാൻ അവളെ തട്ടിക്കൊണ്ടു വന്നതൊന്നുമല്ല. മിന്നി കെട്ടി എൻ്റെ ഭാര്യയാക്കിയതാണ്, അതും അവളുടെ പൂർണ്ണ സമ്മതത്തോടെ. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടേ അതങ്ങ് കളഞ്ഞേക്ക്. വെറുതെ അഭ്യാസവും കൊണ്ട് എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ നടന്നാലേ ഈ അലോഷി ആരാണെന്ന് നീ അറിയും, അലോഷി പറഞ്ഞു. അറിയാടോ, നന്നായിട്ട് അറിയാം. തൻ്റെ ആദ്യ കെട്ടിൻ്റെ കഥയൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്തായാലും ഹിമയ്ക്ക് ആ വിധി ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ എൻ്റെയാ. താൻ എത്ര ശ്രമിച്ചാലും അത് മാറാനൊന്നും പോകുന്നില്ല. ഓർമ്മ വെച്ച കാലം മുതൽ പൊന്നുപോലെ ഞാൻ കൊണ്ടു നടന്നതാ. അങ്ങനെയുള്ള എൻ്റെ പെണ്ണിനെയാ താനിപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. അവൾ എൻ്റേത് മാത്രം ആവുന്ന ഒരു ദിവസം വരും അലോഷി. താൻ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ മുന്നിൽ കൂടെ അവൾ എന്നോടൊപ്പം ഇറങ്ങി വരും. താൻ നോക്കിക്കോ. അത്രയും പറഞ്ഞ് അലോഷിയുടെ മറുപടിക്ക് നിൽക്കാതെ എഡി ഫോൺ കട്ട് ചെയ്തു. എഡിയുടെ സംസാരത്തിൽ അലോഷി ആകെ ഒന്ന് ഉലഞ്ഞു. അവൻ അടിമുടി ദേഷ്യം കൊണ്ട് വിറച്ചു. ഇതൊന്നും അറിയാതെ ഇപ്പോഴും ഹിമ നല്ല ഉറക്കത്തിലാണ്. അവളുടെ മുഖം കാണി അലോഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനാ കൊച്ചേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്? ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ ഞാൻ ഒതുങ്ങുമായിരുന്നില്ലേ? നിന്നെ ജീവിക്കാൻ പഠിപ്പിച്ചിട്ട് നിനക്കിപ്പോൾ അവനെ മതിയല്ലേ? എന്നെ എന്തിനാടി വെറുതെ മോഹിപ്പിച്ചത്? അലോഷി ഉറങ്ങുന്ന ഹിമയെ നോക്കി മനസ്സിലോർത്തു. കിടന്നിട്ട് ഉറക്കം വന്നില്ല. അലോഷി എഴുന്നേറ്റ് സോഫയിലേക്കിരുന്നു. അപ്പോഴും അവൻ്റെ നോട്ടം ഹിമയിൽ തന്നെ ആയിരുന്നു. അവളെ നോക്കിയിരുന്ന് എപ്പോഴും അലോഷി ഉറങ്ങിപ്പോയി. രാവിലെ ഉറക്കമുണർന്ന ഹിമ ആദ്യം നോക്കിയത് തനിക്കരികിൽ അലോഷി ഉണ്ടോ എന്നാണ്. ഇല്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ വിഷമത്തോടെ എഴുന്നേറ്റു. അപ്പോഴാണ് സോഫയിൽ കിടന്നുറങ്ങുന്ന അലോഷിയെ കാണുന്നത്. അവനെ കണ്ടപ്പോൾ തന്നെ ഹിമയുടെ മുഖം വിടർന്നു. അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു. കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്നാണ് അവളുടെ മുഖം വാടിയത്. മാറിക്കിടക്കാനും മാത്രം വെറുത്തുപോയി അച്ചച്ച എന്നെ. സാരമില്ല, എന്നെങ്കിലും അച്ചച്ചന് മനസ്സിലാവും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾ മനസ്സിലോർത്തു.